നമ്മളൊന്നും ഓർഡർ ചെയ്യാണ്ട് കുറേ സാധനങ്ങളോടെ നിരത്തിയിട്ടുണ്ട്. ഇതെന്താണ് മട്ടൺ സൂപ്പ് എന്താണ് ഞാൻ വെജിറ്റേറിയൻ വേണമെന്ന് പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് കാശ് കഴിച്ചാൽ ഞങ്ങളുടെ ഒന്നും കൊടുക്കാനില്ല. ഗേസ് ഇവിടെ ജീവിതത്തിൽ ആദ്യമായിട്ട് മട്ടൺ സൂപ്പ് കുടിക്കാൻ പോകണം. റിയാക്ഷനൊക്കെ എടുക്കണം. എന്താണ് ഗേസ് ഇവിടെ പട്ടം കഴിക്കാൻ പോകുന്ന എനിക്കൊന്നുമില്ല. ഗേസ് നമ്മളിവിടെ ആടിന് തുല്യമാണ്. ഐ മീൻ കുറച്ച് ഇലയൊക്കെ ഉണ്ട്, കുറച്ച് ഇതൊക്കെ സംവിധാനമൊക്കെ ഉള്ളത്. ആടിൻ്റെ ഒരു ഇതാക്കേണ്ടി വരും. ശരിക്കും ഒരു മാതിരി ഇലയൊക്കെ അരച്ച് നിൽക്കുന്ന സാധനമാണ്. ഗൈസ് ഉപ്പിടാത്ത തൈരിങ്ങനെ മുക്ക കഴിക്കുക. ഒരു തൈരിലൊരു ഉപ്പില്ല. ഇവളായിട്ട് തന്നെ സെലക്ട് ചെയ്ത കടയാണ്. ഇവള് കഴിക്കണില്ല. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇപ്പോൾ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെ പോകണത്? ഒബ്രോമളിൽ മാത്രമല്ല, നമ്മൾ സ്റ്റുഡിയോയിലും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ടീം വരാനുണ്ട്. ബാക്കി വന്നിട്ടില്ല. എവിടെ പോയി ഓക്കെ. അപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ് പറവൂർ സ്റ്റാൻഡിൽ. അത് സ്റ്റാൻഡിൽ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയ്ക്ക് ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്. അല്ല, വീഡിയോയിലെടുക്കാം ഗൈസ്. ഗൈസ് ഇവിടെ നാടൂർ റോട്ടിലിരുന്ന മേക്കപ്പാണ്. ഇതാണ് ബ്യൂട്ടീഷ്യൻ. ഗൈസ് ഇവൾക്ക് സംഗീതം എനിക്ക് സ്വാപ്പാണോ? നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾക്കെല്ലാം വേണ്ടത് നീ സംസാരിക്കേ. ഗൈസ് ഞങ്ങളുടെ ഡ്രീം പ്രൊജക്റ്റ് ആണ്. കണ്ണെഴുതി നശിപ്പിച്ച് കൊള്ളാക്കി വെച്ചത്. എന്താണ് കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാവൂ? പാവം വെച്ച് വാട്ടർ പ്രൂഫ് അല്ലതാ. കുറച്ച് തുപ്പലച്ചത് ഇടയിലാണ് അനങ്ങണില്ലത്. ഗൈസ് അടുത്തതായിട്ട് നമ്മൾ അനുശ്രീനെ ഇന്റർവ്യൂ ചെയ്യാൻ പോണ്. അനുശ്രീ, ഈ സാഹചര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് മേക്കപ്പ് റിമൂവ് ചെയ്തത്? നമുക്ക് മേക്കപ്പ് റിമൂവ് ഇല്ലാത്ത സാഹചര്യത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെ മോയ്സ്ചറൈസർ കണ്ണിൽ തേച്ചിട്ട് തേമ്പി എടുക്കാവുന്നതാണ്. അതെ അതെ, എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഇതാണ് പണിയൊപ്പിച്ചത്. ഇതാണ് ആർട്ടിസ്റ്റ്, അതായിരുന്നു ആർട്ട്. ഗൈസ് ഇതാണ് ഓവറോൾ വ്യൂ. ഞങ്ങൾ പെട്ടെന്ന് പടച്ചിട്ടേക്കണം അതിൽ വന്നു. കാരണം തിരക്കൊന്നുമില്ല. അങ്ങ് വിചാരിച്ച് നല്ല തിരക്കായിരിക്കുന്നു ക്രിസ്മസ് ഒക്കെ ആയിട്ട്. ഗൈസ് ഇതൊക്കെയാണ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗൈസ് ഒരു ഐഡിയ മാളിനെ കുറിച്ച് ആദ്യമായിട്ടൊന്നുണ്ട്. ഇട് ആ അവരെ ഇടാൻ പോണേ. എടി നീ എന്തേലും ഒരു കണ്ണോട് അടിച്ചാലാ? ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് അതായിട്ട്. ഈ തീരെ തിരക്കിൽ എങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. എടുത്ത് എനിക്ക് ആ സാധനം മേടിച്ചോ. അതല്ല ബാക്കി കണ്ട കുറെ പാണ്ടേക്ക അറ്റത്ത് കൊള്ളാട്ടാ. പക്ഷെ നമ്മ ഇങ്ങോട്ട് കയറണമെന്നില്ല. ആ ചേട്ടൻ ഒരുമാതിരി നോട്ടൊക്കെ കണ്ടു. നമുക്ക് പോവാം. ഇതാണ് ഞാൻ അന്വേഷിച്ചിടുന്ന സ്ഥലം. ഐ മീൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിയ സാധനം ഉണ്ടാവുള്ളൂ ഗൈസ്. നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. എനിക്കൊരു വാട്ടർ പെയിന്റ് അടിക്കുന്നുണ്ടായി. വീട്ടിൽ പടമൊക്കെ വരച്ചിട്ടുണ്ട്. കളറടിക്കണം. ക്യൂട്ടല്ലേ? എടുക്കാവോ? ആ എടുത്തോ. അതിനിപ്പോൾ എന്താ മേടിക്കണണ്ടാ? 300 എണ്ണമാണ്. അവിടെ 300 ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ളൊന്നുമില്ല. വെച്ചോ അടിച്ചാൽ കൊടുക്കേണ്ടത് ഗീസ് ഇവിടെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നിട്ടാ. ഇവിടെ 199 ഉണ്ട്. അതൊക്കെ ക്യൂട്ടായിട്ട് അത്രയും ക്യൂട്ട്നെസ് പോരാ. ഇത് 1000 രൂപയുടെ ടെഡ്ഡി ബെയർ. ഗീസ് നീരാളി. ഇത് നോക്കിയാണ് നീരാളി. ഇഷ്ടപ്പെട്ടു. എത്രയാണ്? 400. എനിക്ക് ഗ്രേ ആണ് ഇഷ്ടം. വായിച്ചു സേവ് ആണ്. റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് സ്ക്രിപ്റ്റ് ആക്കിയാണ്. ഈ പൊളിച്ചിന്റെ കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടമില്ല. കുറേ നേരം ഇതും പറഞ്ഞ് നടക്കണേ. ഗിഫ്റ്റ് ഞാൻ എടുത്തോളാം. ശരി മാറ്റരുത്. ദേവിക്ക് ഇപ്പൊ ഇതിട്ടിട്ട് വരും. ട്രയൽ റൂമിൽ വന്നിട്ട് ഇവിടെ ട്രയൽ ഫോട്ടോഗ്രാഫിയാണ് ഞങ്ങൾ എടുത്തോണ്ട് നിൽക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ഉറപ്പിക്കൽ സെറ്റ് നല്ലല്ലേ? അവരുടെ ആ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഫിൽറ്റർ ട്രൈ ചെയ്യുകയാണ്. വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു ലോ ഇട്ടതിലുണ്ടായി ഗൈസ്. ഒരു സെറ്റ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി.
പക്ഷേ ഇതിൻ്റെ പ്രൈസും കൂടെ 1400 ഡ്രസ്സിന് 700 രൂപ ഉണ്ടായിട്ടുണ്ടായുള്ളൂ കേട്ടോ. പക്ഷേ ഇത് കളറൊക്കെ സെറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നീട്ട സെറ്റ് ആയിരിക്കും കേട്ടോ. ട്രൈ ചെയ്യുന്നോ? ദാറ്റത്തെ ഡ്രസ്സൊക്കെ ഉണ്ട് വയസ്സ് ബ്ലറാണ്. എന്നാലും 599 600 ചെയ്തു എന്താണ് എടി പുഷ് ചെയ്ത് അടിയിൽ വെജിറ്റേറിയൻ പറഞ്ഞാൽ വെജിറ്റേറിയൻ എടി ദോശ ഉണ്ട്. എവിടെ ദോശ? ഇതാണ് ദോശ. റൊട്ടി ഗൈസ് നമ്മളൊന്ന് ഓർഡർ ചെയ്യാണ്ട് കുറേ സാധനങ്ങൾ ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഇതെന്താണ് മട്ടൺ സൂപ്പ് എന്താണ് ഞാൻ വെജിറ്റേറിയൻ വേണമെന്ന് പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് കാശ് കഴിച്ചാൽ ഞങ്ങളുടെ ഒന്നും കൊടുക്കാനില്ല. ഗൈസ് കുറച്ച് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം. ഇതെന്താ മട്ടൺ സൂപ്പാണേ. ഇത് നാണ്ട് ചീര അരച്ച മണമുണ്ട്. ഇത് തക്കാളി ചാറ് അല്ലേ. ഇത് തൈര് എന്നാണ്ട്. മട്ടൻ സൂപ്പാണ് ഞാൻ ആദ്യമായിട്ട്. എടി ഫ്രഞ്ച് ഫ്രൈസ് ഹൗ മച്ച്? ഓക്കെ ഗൈസ് ഇവിടെ ജീവിതത്തിൽ ആദ്യമായിട്ട് മട്ടൺ സൂപ്പ് കുടിക്കാൻ പോകണം. റിയാക്ഷനൊക്കെ എടുക്കണം. എന്താണ് വേണ്ട വേണ്ട ടേസ്റ്റിന് ദൂറ ടേസ്റ്റ് ഇല്ല അതിനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഉപ്പുണ്ടെന്ന് തോന്നുന്നു അധികം. ഓ അങ്ങനെ. ഉണ്ട് നല്ലോണം. ഇടിയാ പച്ച കളറുടെ ടേസ്റ്റ് ചെയ്തേ. ഇതാ ആ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. ഇല്ലില്ല കഴിച്ചു നോക്കി ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഗൈസ് കഴിച്ചു നോക്കാം. ഗൈസ് ഞാൻ അവിടെ പട്ടണ കഴിക്കാൻ പോകണം. എനിക്ക് പറ്റൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നേരെ റിയാക്ഷനൊക്കെ എടുക്കണം. പെട്ടെന്ന് ഇട്ടേ. ഇതിൻ്റെ ആ സീനാണ്. ഗൈസ് നമ്മളിവിടെ ആടിന് തുല്യമാണ്. ഐ മീൻ കുറച്ച് ഇലയൊക്കെ ഉണ്ട്, കുറച്ച് ഇതൊക്കെ സംവിധാനമൊക്കെ ഉള്ളത്. ആടിൻ്റെ ഒരു ഇതാക്കേണ്ടി വരും. ഗൈസ് ഉപ്പിടാത്ത തൈരിൽ ഇങ്ങനെ മുക്ക കഴിക്കുക. എനിക്ക് ഒരു തൈരിലൊരു ഉപ്പില്ല. ഇവളായിട്ട് തന്നെ സെലക്ട് ചെയ്ത കടയാണ്. ഇവള് കഴിക്കണില്ല ഞങ്ങൾ. ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഫൈനലി ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ആയപ്പോൾ നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. 190 രൂപയാണ്. അപ്പോൾ വേർത്തെന്ന് തോന്നുന്നുണ്ട് അല്ലേ. എല്ലാവരും എടുക്കുക ആവശ്യത്തിന്. സാധനത്തിലുള്ള ഉപ്പില്ല. നമ്മൾ ഉപ്പ് സെപ്പറേറ്റ് മേടിച്ചിട്ട് ഇടാൻ പോണാണ്. എടി കുരുമുളകല്ലേ ഇത്? വെറുപ്പാണ്. നമുക്ക് ഒരു ബ്രൗൺ കളർ ഉപ്പിന്. അങ്ങനെ ഈ ലാസ്റ്റ് ബില്ലൊക്കെ വന്നപ്പോൾ ഞാൻ കണ്ടു തള്ളിപ്പുണ്ടായി. ഇത്രയധികം കണ്ട വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് നോക്കിയതാണ്. അപ്പോൾ ഇതാണ് കണ്ടത്. അപ്പം ഇങ്ങോട്ട് കയറി വന്നേന്. ഇവിടെ നോൺ വെജ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. വെജിറ്റേറിയൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കേസ്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടു അങ്ങോട്ട്. ലാസ്റ്റ് അവരുടെ വെജ് ഒന്നും ഇല്ലെന്ന് വെച്ചപ്പോൾ അവർ നൈസായിട്ട് പ്രോൺസ് വെജിറ്റേറിയൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞേക്കണം. ഞങ്ങൾ പറഞ്ഞു അതൊന്നും വേണ്ട, പ്രോൺസ് ഒക്കെ എപ്പോഴും വെജിറ്റേറിയൻ ആയെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒരു മതിയായിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇരിക്കണം. പിന്നെ കുറേ എല്ലാം ക്യാരറ്റൊക്കെ വലിച്ചേരി തിന്നു. അത്ര തന്നെ ഉള്ളൂ. പിന്നെ അടുത്തായിട്ട് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നേരെ ഓപ്പോസിറ്റ് ഒബ്രോമളുടെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് സ്റ്റുഡിയോ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ആകെ 2 നെയിൽ പോളിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചില്ല കേട്ടോ. വേറെ ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലും മേടിക്കുന്നു വിചാരിച്ചാണ്. പക്ഷേ ഫുഡ് വെയറിനൊന്നും അത്രയ്ക്ക് നല്ല കളക്ഷനൊന്നും ഉണ്ടാകുന്നില്ല. എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നു വിചാരിച്ചാൽ ഫുഡ് വെയർ. അത് ഞാൻ അവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ഞാൻ ജീരക സോഡ ഉപ്പ് സോഡയൊക്കെ മേടിച്ചിട്ട് നേരെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.